വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. നമ്മൾ കട്ട് പീസ് ഒക്കെ വെച്ചിട്ട് ബാംഗിൾ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതുപോലുള്ള ഐഡിയാസ് വേണമെങ്കിൽ പറയാൻ. അപ്പോൾ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നെക്ക് പീസ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ തുണി തന്നെയാണ്, ഇങ്ങനത്തെ കട്ട് പീസ് കുറച്ച് അധികം ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബാംഗിൾ ഉണ്ടാക്കി കാണിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ നെക്ക് പീസും ഇയർ റിങ്ങും ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ചോക്കറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇതുപോലെയുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക കേട്ടോ. ഒത്തിരി കട്ടി ഉണ്ടാവാനും പാടില്ല, എന്നാൽ ഒത്തിരി കട്ടി കുറയാനും പാടില്ല. നമുക്ക് നെക്കിൽ വെയർ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അതിന് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. ഇതൊരു കോയിനാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര വലുപ്പം വേണമെന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഇത് എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഏത് തുണിയിലാണോ ചെയ്യാൻ പോണത് ആ തുണിയിൽ ഇതിൻ്റെ ഒരു 1/4 ഇഞ്ചും കൂടെ വലുപ്പത്തിന് വേണം ഈ തുണി കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയും പീസിൻ്റെ തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്യാം. ഇതിന് മുകളിൽ നമ്മൾ വേറൊരു കവറിങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒറ്റ കോട്ടിങ് ആദ്യം കൊടുക്കാം. ഇതുപോലെ ഫുള്ള് നമ്മളിങ്ങനെ കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ദേ ഇതുപോലെ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൽ നമ്മൾ ഒരു കവറും കൂടെ ചെയ്യും കേട്ടോ. അത് നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഒന്നുകിൽ നമുക്ക് ഇത് തന്നെ ചോക്കറാക്കി വെക്കാം, ഒന്നും ചെയ്യാതെ തന്നെ ഇതുപോലെ ആക്കി വെക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കുങ്കുറൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള കുങ്കുറൂസ് ഇല്ലേ, ഇതോ അല്ലെങ്കിൽ സിൽവർ കളറോ ഏത് കളറും കുങ്കുറൂസ് കിട്ടും. അപ്പോൾ ഇതും കൂടെ നമുക്ക് വെച്ചിട്ട് ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ എല്ലാത്തിലും കുങ്കുറൂസ് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിങ്ങനെ ചോക്കറാക്കി എടുക്കണ്ടേ. അപ്പം അതിന് ഇതിൻ്റെ ബാക്കിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് കൊടുക്കണം. ഇതുപോലെ മുഴുവനും തുന്നിയെടുക്കുമ്പോഴാണ് നമുക്ക് ചോക്കർ സെറ്റ് ആയിട്ട് കിട്ടുക. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യണം. അതിന് ഇതേപോലെയുള്ള സർക്കിൾ തന്നെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോഴാണ് ആ ത്രെഡൊന്നും കാണാതിരിക്കുള്ളൂ. ഇനിയിപ്പോൾ ഈ രണ്ട് സൈഡിൽ മാത്രം ഒട്ടിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡോറി വെച്ച് കൊടുക്കണം. ഈ രണ്ട് സൈഡിൽ ബാക്ക് നെക്കിൽ ഡോറി വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടെണ്ണം ഒട്ടിക്കാത്തത് കേട്ടോ. ഞാൻ ഇതുപോലെയുള്ള ഡോറീസാണ് എടുത്തേക്കുന്നത്. എങ്ങനെയുള്ള ഡോറി വേണമെങ്കിലും എടുക്കാം. സെയിം കളർ ഉള്ളതുകൊണ്ട് ഞാനിത് തന്നെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യം നമുക്ക് വെച്ച് തുന്നണം. ഇത് തുന്നിയതിന് ശേഷം ഇതേപോലെ ഈ സർക്കിൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് തുന്നിയെടുക്കാം, എന്നാലേ ഉറപ്പുണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ ചോക്കർ സെറ്റ് ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇയർ റിങ്സിന് ബാക്കിൽ സ്റ്റഡ് വെക്കണം. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റഡ് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആദ്യം ഈ സ്റ്റഡ് ഒന്ന് ഊരി ഒട്ടിക്കണം. ഇതുപോലെ ഈ സ്റ്റഡിൻ്റെ ഈ ഭാഗം മാത്രം ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചെറിയ സർക്കിൾ ഇത് തന്നെ വെക്കണമെന്നില്ല കേട്ടോ. നമുക്ക് ക്യാൻവാസ് ആയാലും വെക്കാം. ഇതിപ്പോൾ ഒരേ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് ഒട്ടിച്ചതാണ്. അപ്പോഴാണ് ആ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ.
രണ്ട് ഇയറിങ്ങും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഡ്രൈ ആവണം കേട്ടോ, എന്നാലേ നമുക്ക് സ്റ്റഡ് ഒക്കെ പിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ ബാങ്കിൾ നമ്മൾ ചെയ്തില്ലേ, ഇതേ ഇക്കട്ട് മെറ്റീരിയൽ വെച്ചിട്ട് അതിന് മാച്ചിങ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന് ജസ്റ്റ് സെന്ററിൽ ഒരു സൈസ് വലുപ്പം കൊടുത്തിട്ട് പേള് വെച്ചു എന്നേ ഉള്ളൂ. ഇതിന്റെ ബാക്കിൽ ഞാൻ ക്യാൻവാസ് ആണ് വെച്ച് കൊടുത്തേക്കുന്നത്. അതിലൊരു വൈറ്റ് കളർ ഉള്ളത് കൊണ്ട് വൈറ്റ് ക്യാൻവാസ് വെച്ചു എന്നേ ഉള്ളൂ. ഇതിന് കളർ മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഇതേ തുണി തന്നെ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ കൊടുക്കാം. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഇതിന് ചുറ്റും പേള് വെക്കുകയോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെയാണ് ഇയറിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ചുറ്റും പേള് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. വൈറ്റ് കളർ പേളാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് റിങ്ങോ അല്ലെങ്കിൽ ജുംകാസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ ഇതേപോലെ തന്നെ ഈ സ്റ്റഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റിങ്, ഇതുപോലെ റിങ് വെച്ചാലും ഭംഗിയാണ്. നല്ല മെറ്റീരിയൽ എടുത്ത് ചെയ്താലാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ കമന്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ബൈ.